എൻ്റെ വീടിനോട് ചേർന്ന പറമ്പിലെ വാഴത്തോട്ടത്തിലാണ് ഞാനുള്ളത്. ഇവിടെയാണ് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു വാഴയുള്ളത്. കൂമ്പടച്ചിട്ടും തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു വാഴ. അതിൻ്റെ സൈഡിൽ നിന്നാണ് കൊല വരുന്നത്. ഇത് നാടൻ ഭാഷയിൽ പള്ളയ്ക്ക് നിന്ന് കൊലച്ച വാഴ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വാഴയാണ് ഇത്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഷാ വോയ്സ്. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രകൃതിയുടെ വികൃതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വീഡിയോയിലേക്കാണ് ഇന്ന്. നിരവധി വാഴകളുള്ള എൻ്റെ പറമ്പിലെ ഒരു വാഴയിൽ സംഭവിച്ചത് ആണ് കാണിക്കാനുള്ളത്. സാധാരണ പോലെ വളർന്നു വന്ന ഒരു വാഴ, വണ്ണൻകായ എന്നും മലവണ്ണൻകായ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു വാഴ. കുലയ്ക്കേണ്ട കാലവും പ്രായവുമൊക്കെ ആയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ കൂമ്പടയുന്നത്. മുകളിലേക്ക് കൂമ്പ് വരാതെയായി. സാധാരണ ഇങ്ങനെ വന്നാൽ വാഴ നശിച്ചു പോകാറാണ് പതിവ്. എന്നാൽ ഇവിടെ നശിക്കാൻ ഒരുക്കമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലായിപ്പോയി വാഴയുടെ ഒരു നീക്കം. ഏതാണ്ട് പകുതിക്ക് വെച്ച് വാഴയുടെ കുല പുറത്തു വരികയാണ് ഉണ്ടായത്. വാഴയുടെ പോള പൊളിച്ച് കുല പുറത്തു ചാടി. സാധാരണ വാഴക്കുലയുടെ മാണി താഴോട്ട് കിടന്ന് പടല വിരിഞ്ഞു വരികയാണ് പതിവ്. വാഴ കുലയ്ക്കുമ്പോൾ സംഭവിക്കാറ് അങ്ങനെയാണ്. എന്നാൽ ഇവിടെ വാഴക്കുലയുടെ മാണി മുകളിലേക്കായാണ് കാണപ്പെട്ടത്. പടലകൾ വിരിയാൻ തുടങ്ങിയതും മുകളിലേക്ക് തന്നെ. താഴോട്ട് ചാഞ്ഞു കിടക്കാതെ കൂമ്പടഞ്ഞതിലുള്ള പ്രതിഷേധം കണക്കെ വാഴക്കുല മുകളിലോട്ടാണ് വളരുന്നത്. ഒരുപക്ഷെ പ്രകൃതിയോടുള്ള വെല്ലുവിളിയായി തോന്നുന്ന തരത്തിൽ കൂമ്പടഞ്ഞിട്ടും തോൽക്കാൻ മനസ്സില്ലാതെ ഒരു വാഴ അങ്ങനെ നിവർന്നു നിൽക്കുകയാണ്. ബനാന ബഞ്ചി ടോപ്പ് വൈറസ് മൂലമാണ് വാഴകളിൽ കൂമ്പടപ്പ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത്. കുലയ്ക്കാറായ വാഴകൾ ഈ തരത്തിൽ നശിക്കുന്നത് കർഷകർക്ക് വലിയ നഷ്ടം വരുത്തി വയ്ക്കാറുമുണ്ട്. ഞാൻ അത്ര വലിയ കർഷകനോ മറ്റോ ഒന്നുമല്ലെങ്കിലും താനെ മുളയ്ക്കുന്ന വാഴകളിലാണ് ഇങ്ങനെ വന്നത് എന്നതുകൊണ്ടും ഞാനതിനെ ആ തരത്തിൽ കണക്കാക്കുന്നതേയില്ല. ഞാനിങ്ങനെ കൂമ്പടച്ച ഈ വാഴ നിശേഷം വെട്ടിക്കളയണമെന്ന് കരുതി നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു ദിവസം ഇത്തരത്തിൽ ഇത് കുലയ്ക്കുന്നത് കണ്ടത്. രോഗം പടരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ കൂമ്പടച്ചത് വെട്ടിക്കളയുന്നതാണ് നല്ലതെന്നാണ് അനുഭവസ്ഥർ പറഞ്ഞത്. എന്നാൽ കുലയ്ക്കുന്നത് കണ്ടപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതി തന്നെ വെട്ടാതെ നിലനിർത്തി നോക്കിയതാണ്. അങ്ങനെ നോക്കുമ്പോൾ വാഴയ്ക്ക് മറ്റൊരു കുഴപ്പവും കാണാൻ കഴിയുന്നുമില്ല. വിരിഞ്ഞ കായകളെല്ലാം നന്നായി വളർന്നു വരുന്നതായാണ് തോന്നുന്നത്. വണ്ണൻകായ അഥവാ മലവണ്ണൻ എന്നറിയപ്പെടുന്ന ഈ കായ പൊതുവെ പഴുപ്പിച്ചല്ല ഉപയോഗിക്കുന്നത്. കറിക്കും മറ്റുമായാണ് ഇത് ഉപയോഗിച്ച് വരുന്നത്. എന്തായാലും ഇത് മൂത്തു വരുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒരു മാസത്തിന് മുമ്പ് കുല വന്നതാണ്. ഇപ്പോൾ 6-7 പടലകൾ വിരിഞ്ഞു കഴിഞ്ഞു. ഇനി പടലകൾ വിരിയുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇത് മൂത്ത് ലഭിക്കുമെന്ന് തന്നെയാണ് വാഴ കാണുമ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഏതായാലും കാത്തിരിക്കുക തന്നെ. മറ്റൊരു സംശയം, ഈ കുലച്ച ഭാഗത്തിന് മുകളിൽ ഉണ്ണിപ്പിണ്ടി ഉണ്ടായിരിക്കുമോ എന്നാണ് എനിക്ക് മനസ്സിൽ വന്ന ഒരു സംശയം. കയറി പരിശോധിച്ചപ്പോഴാണ് കുല വന്നതിൻ്റെ മുകൾ ഭാഗത്ത് വാഴപ്പോളകളേയുള്ളൂ, അതിൽ ഉണ്ണിപ്പിണ്ടി കാണാനില്ലായിരുന്നു. വാഴയുടെ ഉണ്ണിപ്പിണ്ടിയുടെ അറ്റത്താണ് വാഴക്കുലയുണ്ടാകുന്നത് എന്ന ഒരറിവ് കൂടി പങ്കുവയ്ക്കാൻ ഈ തോൽക്കാൻ മനസ്സില്ലാത്ത വാഴയ്ക്ക് കഴിഞ്ഞ ഒരു സന്തോഷത്തിൽ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. കൂമ്പടച്ചാലും കുലച്ചേ അടങ്ങൂ എന്ന നിലയിൽ വിജയം വരിച്ച ഈ വാഴയ്ക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും ബൈ ഫ്രം ഷാ വോയ്സ്.